ഇന്ന് നല്ലൊരു സ്നാക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ 1/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വിട്ട് നമുക്കിത് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കാം. ഈ റെസിപ്പിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ചക്കയാണ്. ഇനി തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിത് അത്യാവശ്യം വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു അര ഭാഗത്തോളം ഇത് വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കണക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വേറൊരു പാത്രത്തിൽ വയ്ക്കാവുന്നതാണ്. ഒരു ബൗളിൽ കുറച്ച് അരിപ്പൊടിയും അതേപോലെ തന്നെ മൈദപ്പൊടിയും കുറച്ച് നാരങ്ങ നീര്, മുളക് പൊടി എരിവില്ലാത്ത തന്നെ എടുക്കണേ, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചതും കൂടെ ഇട്ട് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അധികം ലൂസായി പോകരുത്, ഏകദേശം ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടാകണം നമ്മുടെ ഈ ഒരു മിക്സിന്. ഇനി നമുക്കിത് കുഴച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത കൂട്ടുണ്ടല്ലോ അത് ഈ ചക്കയിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് അതുമായിട്ട് നല്ലതുപോലെ ചക്കയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണക്ക് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഓയിലൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായി നടുഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്കൊന്ന് ഓയിലിട്ട് നമുക്ക് ആ ഓയിലിൽ തന്നെ ഇട്ടിട്ട് വേണ്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ലൊരു ചക്ക വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വൈകിട്ടൊക്കെ ചായക്ക് കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തണുത്ത് പോകും. അപ്പോൾ നമുക്കിത് കഴിക്കാൻ നേരത്തെ വീണ്ടും ഒന്നും കൂടി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വേപ്പില ഫ്രൈ ചെയ്തിട്ടതും നാരങ്ങ നീരും അതേപോലെ തന്നെ സവോളയും കട്ട് ചെയ്തിടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.